ഇന്നത്തെ എൻ്റെ റെസിപ്പി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും അറിയുമായിരിക്കും, എങ്കിലും പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. ഞാനിവിടെ പച്ചരി അരച്ചിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. ചിലരാണെന്നുണ്ടെങ്കിൽ പച്ചരി പൊടിച്ച് മാവ് ഉണ്ടാക്കിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. പച്ചരി കുതിർത്തിട്ട് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ അരയ്ക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കും. എന്നിട്ട് ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കും. ശർക്കര ആദ്യമേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അരി അരയാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആ കുറച്ച് വെള്ളത്തിനകത്ത് പച്ചരി അരച്ചിട്ട് ഞാനിവിടെ ശർക്കരയാണെന്നുണ്ടെങ്കിൽ പാനിയാക്കിയിട്ട് അതിൻ്റെ അഴുക്കെല്ലാം എടുത്ത് കളഞ്ഞിട്ടാണ് ഒന്നുകൂടെ അരിക്കകത്തിട്ടിട്ട് അരച്ചെടുത്തത്. അതിൻ്റെ കൂടെ തന്നെ 3 ഏലക്കായും കൂടെ ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അരി അരച്ചതിന് ശേഷമാണ് ഞാൻ പഴമാണെന്നുണ്ടെങ്കിൽ 2 പഴം എടുത്തിട്ടുണ്ട്. പഴം കൂടെ ഈ മിക്സിയിൽ തന്നെ അരച്ച് നമ്മുടെ അരിയിലോട്ട് മിക്സ് ചെയ്തത്. നമ്മൾ അരിയും ശർക്കരയും അരച്ചതും പഴം അരച്ചതും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മുടെ കയ്യിൽ കറുത്ത എള്ള ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ മാവ്. അപ്പോൾ ഇതിനകത്ത് വേറെ സോഡാപ്പൊടിയോ ഇതോ ഒന്നും ഇട്ടിട്ടില്ല. നമ്മൾ അരിയും ശർക്കരയും ഏലക്കായും പഴവും മാത്രമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തില്ലേ, ആ തേങ്ങാക്കൊത്തും കൂടെ വഴട്ടി എന്നില്ല കുറച്ച് ബ്രൗൺ കളറായിട്ട് ഈ അരിക്കകത്ത് ഇട്ട് കൊടുക്കണം. അപ്പം നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഉണ്ണിയപ്പം കഴിക്കുമ്പം എന്താ പറയുക, കടിക്കാനൊക്കെ കിട്ടുമല്ലോ. തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നെയ്ക്കകത്തെല്ലാം വഴട്ടിയിടുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ണിയപ്പത്തിന്. എൻ്റെ കയ്യിൽ ഇവിടെ ചെറിയ ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ചെറിയ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വലിയ ചട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ വലുതായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് ഒരു ടൈമിൽ 5 ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. ഇത് ഞാൻ എന്ത് പെട്ടെന്നാണ് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെന്ന് അറിയാമോ? എന്നുവെച്ചാൽ അരി നമ്മൾ ഒരു 3-4 മണിക്കൂർ മുന്നേ കുതിർക്കാനിട്ടു. പിന്നെ നമ്മളിത് മിക്സിയിൽ അരയ്ക്കുന്ന ടൈമേ എടുക്കുന്നുള്ളൂ. പെട്ടെന്നുണ്ടാക്കാം. നമ്മൾ അരി പൊടിച്ച് അങ്ങനെ ഒന്നും ടൈം വേസ്റ്റ് ചെയ്യണ്ട. നമുക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ എളുപ്പം കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.